നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. സൗജന്യ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും 2 പതിറ്റാണ്ടിനിടയിൽ ധർമ്മസ്ഥലയിലുടനീളം ഒന്നിലധികം കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, ശവസംസ്കാരങ്ങൾ എന്നിവ നടന്നിട്ടുണ്ടെന്ന അവകാശവാദങ്ങളും അടിസ്ഥാനരഹിതവും വ്യാജവുമാണ് എന്ന് ധർമ്മസ്ഥല മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള SIT അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. SIT വിഷയത്തിൽ ആഴത്തിൽ അന്വേഷണം നടത്തുമെന്ന ആഭ്യന്തരമന്ത്രി G. പരമേശ്വരിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ഹെഗ്ഡെ പറഞ്ഞു, അന്ന് തന്നെ ഞങ്ങൾ SITയെ സ്വാഗതം ചെയ്തു. സംസ്ഥാനം അത് രൂപീകരിച്ചത് നല്ലതാണ്. സത്യം എന്നേക്കുമായി പുറത്തു വരണം. ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അവ അങ്ങനെ തന്നെ തുടരുന്നതും നല്ലതല്ല. വേഗത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ധർമ്മസ്ഥലയുടെയും അതിലെ ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെയും പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള 14 വർഷമായി നടക്കുന്ന അപവാദ പ്രചരണത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെയും ഹെഗ്ഡെ വിമർശിച്ചു. യുവ മനസ്സുകളെ വിശ്വാസത്തിനെതിരെ തിരിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവരാണ് കെട്ടുകഥ ഇറക്കിയതെന്നും വീരേന്ദ്ര ഹെഗ്ഡെ വ്യക്തമാക്കി. സമൂഹത്തിന് ക്ഷേമം പകരുന്ന ഒട്ടേറെ കർമ്മങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ചെയ്തിരുന്നു. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നു. ശുചീകരണ തൊഴിലാളി ആരോപിച്ചതുപോലുള്ള സംഭവങ്ങൾ ധർമ്മസ്ഥലയിൽ നടക്കുക അസാധ്യമാണ്. സൗജന്യയുടെ മരണത്തിനും പലരും ഞങ്ങളുടെ കുടുംബത്തിന് നേരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. കുറ്റവാളിയായി ആരോപിച്ചവർ മറ്റ് സംസ്ഥാനങ്ങളിൽ അപ്പോൾ പഠിക്കുകയായിരുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് സൗജന്യയുടെ മരണത്തിൽ CBI അന്വേഷണം നടന്നതാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, വീരേന്ദ്ര ഹെഗ്ഡെ പറയുന്നു. ധർമ്മസ്ഥലയിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതായി ആരോപിക്കപ്പെടുന്ന കേസ് മുഴുവൻ മുൻ IAS ഉദ്യോഗസ്ഥൻ ശശികാന്ത് സെന്തിലാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് കർണാടകയിലെ BJP MLA G. ജനാർദ്ദന റെഡ്ഡി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് വെറുമൊരു പ്രാദേശിക വിവാദമല്ലെന്നും ആഴത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ദേശീയ പ്രത്യാഘാതങ്ങളുമുള്ള ഒരു പവിത്രമായ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘടിത ശ്രമമാണെന്നും MLA വാദിച്ചു. കേസിലെ കേന്ദ്ര കഥാപാത്രമായ അജ്ഞാതനായ മുഖംമൂടി ധരിച്ചയാൾ തമിഴ്നാട് സ്വദേശിയാണെന്നും വർഷങ്ങളായി അവിടെ താമസിക്കുന്നുണ്ടെന്നും റെഡ്ഡി പറയുന്നു. ആ തമിഴ്നാട്ടുകാരന് സെന്തിലുമായി അടുത്ത ബന്ധമുണ്ട്, റെഡ്ഡി വ്യക്തമാക്കി. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധമുള്ള സെന്തിലിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് സർക്കാർ തിടുക്കത്തിൽ SIT രൂപീകരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. SITയിലൂടെയോ സർക്കാർ ഏജൻസികളിലൂടെയോ സത്യം പുറത്തുവരില്ല. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് സർക്കാരിനെ കുടുക്കിലാക്കി അദ്ദേഹം വ്യക്തമാക്കി. ശശികാന്ത് സെന്തിൽ മംഗളൂരു ജില്ലാ കളക്ടറായിരുന്ന കാലത്ത് ഇടതുപക്ഷ ഇസ്ലാമിക സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അന്ന് സംരക്ഷണം നൽകിയിരുന്നുവെന്നും ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി അത് നടപ്പാക്കുന്നതായിരുന്നു ഇയാളെന്നും ബെൽട്ടങ്ങാടിയിൽ നിന്നുള്ള BJP MLA ഹരീഷ് പൂജ വിശദീകരിച്ചു. ധർമ്മസ്ഥലയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ശേഷം മുൻ ശുചീകരണ തൊഴിലാളി തമിഴ്നാട്ടിലാണ് താമസിച്ചത്. അവിടെയാണ് ഗൂഢാലോചന മുഴുവൻ നടന്നത്. അവിടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ കള്ളമൊഴി നൽകാൻ ജീവനക്കാരെ നിർബന്ധിച്ചു. എന്ത് സംഭവിച്ചാലും സംരക്ഷണം നൽകുമെന്നും ഉറപ്പും കൊടുത്തു. ധർമ്മസ്ഥലയിൽ നിന്ന് കുഴിച്ചെടുത്തെന്ന് അവകാശപ്പെട്ട് ശുചീകരണ തൊഴിലാളി പോലീസിന് കൈമാറിയ തലയോട്ടി പോലും സംഘടിപ്പിച്ചു കൊടുത്തത് സെന്തിലാണെന്ന് യശ്പാൽ സുവർണയും ജനാർദ്ദൻ റെഡ്ഡിയും ആരോപിച്ചിരുന്നു. ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ നിലവിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ നടത്തിയ പ്രസ്താവന ഈ വിഷയത്തിൽ സർക്കാരിന് വിവരമുണ്ടെന്നാണ് വ്യക്തമാക്കുന്നതെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് MP ആയ ശശികാന്ത് സെന്തിലിന് കർണാടക മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും MLA മാർ വിശദീകരിച്ചു. ആരാധനാലയങ്ങളെക്കുറിച്ച് മുഖംമൂടി ധരിച്ചയാൾ നടത്തിയ പ്രസ്താവനകൾ സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകിയ ഉടമയെക്കുറിച്ച് അത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്ന് വൈദ്യനാഥപുരം നിവാസിയായ രാജു മാധ്യമങ്ങൾക്ക് മുന്നിൽ ബുധനാഴ്ച സംസാരിക്കവേ പറഞ്ഞു. ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് SIT ഉദ്യോഗസ്ഥർ അരമണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഞാൻ ധർമ്മസ്ഥലയിൽ 4 വർഷം മാലിന്യം ശേഖരിക്കുന്നയാളായി ജോലി ചെയ്തിരുന്നു. ബാഹുബലി കുന്നിലും ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനടുത്തും കുളക്കടവിലും ഞാൻ ജോലി ചെയ്തിരുന്നു. ഉടമ എനിക്ക് ഭക്ഷണം നൽകുകയും ഉദാരമായ ശമ്പളം നൽകുകയും ചെയ്തിരുന്നു, അദ്ദേഹം ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആ മാസ്ക് മാനും ഞാനും അയൽവാസികളായിരുന്നു. ആ സമയത്ത് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും അഴുകിയ മൃതദേഹങ്ങൾ ഞാൻ കണ്ടു. അവർ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ മൃതദേഹങ്ങൾ മരത്തിൽ നിന്ന് താഴെ ഇറക്കി, പക്ഷെ അവ കുഴിച്ചിട്ടില്ല. പിന്നെ ആംബുലൻസ് വന്ന് അവരെ കൊണ്ടുപോയി, അദ്ദേഹം പറഞ്ഞു. ആരാധനാലയത്തിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്ന മുഖംമൂടി ധരിച്ച വ്യക്തിയുടെ പ്രസ്താവന സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് അയാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും രാജു പരാതിപ്പെട്ടു.
ഗൂഢാലോചനക്കാരുമായി ചേർന്ന ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തെയും അതിന്റെ ഇപ്പോഴത്തെ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെയും തകർക്കാൻ വേണ്ടി നുണക്കഥ പറഞ്ഞ ശുചീകരണ തൊഴിലാളി ഇനി ശുചീകരണ തൊഴിലാളി എന്നല്ല, ക്രിമിനലായ മാസ്ക് മാൻ എന്നാണ് മാധ്യമങ്ങൾ വിളിക്കുകയെന്ന് പറയുന്നു. ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിന് പിന്നിലെ കുറ്റവാളികളെ പിടികൂടാൻ ED അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP MP കോട്ട ശ്രീനിവാസ് പൂജാരി. ഇതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്നും ഫണ്ടിങ്ങും നടന്നിട്ടുണ്ടെന്ന് BJP MLA ഭരത് ഷെട്ടി ആരോപിക്കുന്നു. സ്ത്രീകളെ കൂട്ടക്കുരുതി നടത്തിയെന്ന രീതിയിലുള്ള കള്ളക്കഥകൾ പരത്തി ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കർണാടകയിലെ ദാവൺഗരയിൽ വൻ പ്രകടനം നടന്നു. പ്രകടനത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. ഇതിനു പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രകടനക്കാർ SP-ക്ക് പരാതി നൽകി. ഷിമോഗയിലും ഹിന്ദു വിശ്വാസികളുടെ നേതൃത്വത്തിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ റാലി നടന്നു. ധർമ്മസ്ഥലയിലും വിശ്വാസികളുടെ വൻ പ്രകടനം നടന്നു. ധർമ്മസ്ഥല ക്ഷേത്രത്തെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മതപരിവർത്തന ലോബികളും മാവോയിസ്റ്റ് കൈകളും ഉണ്ടെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. 3 ദിവസം മുമ്പ് BJP MLA-മാരുടെ നേതൃത്വത്തിൽ നടന്ന ധർമ്മസ്ഥല ചലോ റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കർണാടകത്തിലെ BJP അടിത്തറ ഇളക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഗൂഢാലോചനയാണ് ധർമ്മസ്ഥലയെക്കുറിച്ച് ആരോപണം ഉയർന്ന ഉടനെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് പിന്നിലെന്ന് BJP MLA ഭരത് ഷെട്ടി പറഞ്ഞു. ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള തെറ്റായതും സത്യസന്ധമല്ലാത്തതുമായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിലൂടെ യൂട്യൂബർ സമീർ കോടിക്കണക്കിന് ഹിന്ദു ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഹിന്ദു സംഘടന സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. യൂട്യൂബർ സമീർ ധർമ്മസ്ഥലയ്ക്കെതിരെ അപകീർത്തികരവും കൃത്രിമവുമായ പ്രചാരണം നടത്തിവരികയാണെന്നും മതങ്ങൾക്കിടയിൽ വിദ്വേഷം വിതയ്ക്കാനും സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനും ഈ വീഡിയോകൾ ഉപയോഗിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. പണത്തിനു വേണ്ടി ഹിന്ദു മതകേന്ദ്രത്തിനെതിരെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചതിലൂടെ മതകേന്ദ്രത്തിന് മാത്രമല്ല അവിടെയുള്ള ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിനും കോട്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പരാതിയിൽ പരാമർശിക്കുന്നു. ഈ കേസ് ഗൗരവമായി കാണണമെന്നും സമീറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരനായ ഹിന്ദു സംഘടനാ തലവൻ തേജസ് ഗൌഡ പോലീസിനോട് അഭ്യർത്ഥിച്ചു. അടുത്ത കാലത്തായി മതപരമായ സ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അത്തരം പ്രവൃത്തികൾ തടയാൻ കർശന നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമീറിന്റെ ഗൂഢാലോചന അന്വേഷിക്കാൻ പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകാനും നീക്കമുണ്ട്. മാത്രമല്ല, ധർമ്മസ്ഥലയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച 3 യൂട്യൂബർമാർക്കെതിരെ മാണ്ഡ്യ പോലീസിലും പരാതി നൽകി. BJP ജില്ലാ വക്താവ് CT മഞ്ജുനാഥിന്റെ നേതൃത്വത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ധർമ്മസ്ഥല പോലുള്ള പുണ്യസ്ഥലത്തിനെതിരെ തേജോവധം ചെയ്യുന്നവർക്ക് പിന്നിൽ ഇടതുപക്ഷ ശക്തികളുടെ ഗൂഢാലോചന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്ന സുജാത ഭട്ടിന്റെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമായുള്ള തട്ടിപ്പാണെന്ന് കണ്ടെത്തിയിരുന്നു. മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയ സുജാതയ്ക്ക് മക്കളില്ലെന്ന് SIT അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥിനിയായ തന്റെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്നായിരുന്നു സുജാത ഭട്ടിന്റെ പരാതി. എന്നാൽ ഇത്തരമൊരു പരാതി നൽകിയ സുജാത യഥാർത്ഥത്തിൽ വിവാഹം പോലും കഴിച്ചിരുന്നില്ല. മകൾ അനന്യയാണെന്ന പേരിൽ സുജാത നൽകിയ ഫോട്ടോ 2007-ൽ മരിച്ച കൊടക് സ്വദേശിനിയായ വാസന്തി എന്ന സ്ത്രീയുടേതാണെന്ന് റിപ്പോർട്ട്. ഗൂഢാലോചനയ്ക്ക് പിന്നിലും യൂട്യൂബർ സമീറാണെന്ന് സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.